നമസ്കാരം മാന്യ പ്രേക്ഷകരെ, വലിയ സ്നേഹ നമസ്കാരം. ഇന്ന് നമ്മുടെ ലൈവിൽ വന്നിരിക്കുന്നത് ഒരു വിശിഷ്ട വ്യക്തി തന്നെയാണ്. വിഷ്ണുജിയാണ്, പാലക്കാട് സ്വദേശിയാണ്. അദ്ദേഹം ഇപ്പോ നിലവിൽ പ്രയാഗ്രാജിലാണ്. അതുകൊണ്ട് തന്നെ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറയാം, നമ്മുടെ ലൈവ് എത്രത്തോളം നെറ്റ് ഫെസിലിറ്റീസ് അവിടെ ഉണ്ട് എന്ന് അറിയില്ല. കാരണം മൊബൈൽ നെറ്റ് വെച്ചിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് പങ്കെടുക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ ഈ ലൈവ് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന ആ ഒരു സന്ദേഹത്തോടു കൂടി തന്നെയാണ് തുടങ്ങുന്നത്. ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോവുകയാണെങ്കിൽ മാന്യ പ്രേക്ഷകർ ക്ഷമിക്കുക. കാരണം അവിടെ വൈഫൈ ഫെസിലിറ്റി ഇല്ല. എന്നിരുന്നാലും വിഷ്ണുജിയുടെ ഒരുപാട് അനുഭവങ്ങൾ മാന്യ പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. കാരണം 26-ാം തീയതി വരെയാണ് മഹാകുംഭമേള. ഇനിയും പോവാനിരിക്കുന്ന ഒരുപാട് ആയിരങ്ങൾ, അതല്ലെങ്കിൽ ഇനിയും പോവാൻ സാധിക്കാതെ മനോവിഷമത്തോടെ ഇരിക്കുന്ന ഒരുപാട് ആയിരങ്ങൾ. എല്ലാവർക്കും അറിയാം വിഷ്ണുജിയെ ആണ് പ്രയാഗ്രാജിലേക്ക് പോയിട്ടുള്ളത് എന്ന വാർത്ത കുറച്ചു പേർക്കെങ്കിലും ഒക്കെ അറിയായിരിക്കാം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസമാണ് എന്റെ ശ്രദ്ധയിൽ വിഷ്ണുജിയുടെ ഈ ഒരു വാർത്ത പെട്ടത്. അതിന് നിമിത്തമായത് ഇഷായോഗയിൽ സേവ ചെയ്യുന്ന ബാലു അണ്ണൻ മുഖാന്തിരമാണ് എന്നിലേക്ക് ആ ഒരു വാർത്ത എത്തിയത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വിഷ്ണുജിയെ വിളിച്ചു. ഈ ഒരു അങ്ങയുടെ എക്സ്പീരിയൻസ് മാന്യ പ്രേക്ഷകരിലേക്ക് ഷെയർ ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ലൈവ് സെഷനിൽ വരണമെന്ന് വിനീതമായി അപേക്ഷിച്ചതിന്റെ പേരിലാണ് ഇന്ന് അദ്ദേഹം ഈ ഒരു നെറ്റ് വളരെ വീക്കായിരുന്നിട്ട് പോലും വന്നിട്ടുള്ളത്. വിഷ്ണുജി, ചാനലിലേക്ക് സ്വാഗതം. ഹർ ഹർ മഹാദേവ്. എങ്ങനെയാണ് വിഷ്ണുജി ഈ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? കാരണം നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതിലേക്ക് എത്തിയതെന്നൊക്കെ ചിലരൊക്കെ വളരെ ലളിതമായിട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കാറുണ്ട്. കാരണം അങ്ങും ഞാനും കഴിഞ്ഞ ദിവസം സംസാരിച്ച സമയത്ത് അങ്ങയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ അടുത്ത് ഷെയർ ചെയ്തു. അത് പൂർണ്ണമായിട്ടൊന്നും പ്രേക്ഷകരിലേക്ക് നമുക്ക് സമയത്തിന്റെ കുറവ് മൂലം എത്തിക്കാനാവില്ല. എന്നിരുന്നാലും ഈ ഒരു നടന്ന് ഇങ്ങോട്ട് വരാനുള്ള ആ ഒരു തീരുമാനമായിക്കോട്ടെ, അങ്ങയുടെ ഭൂതകാലമൊക്കെ നമ്മൾ സംസാരിച്ച കൂട്ടത്തിൽ സംസാരിച്ചിരുന്നു. അങ്ങ് കൃത്യമായിട്ട് ഒരു നിരീശ്വരവാദി അതല്ലെങ്കിൽ എത്തിയസ്റ്റ് ആ ഒരു രീതിയിൽ തന്നെയായിരുന്നു പോയിരുന്നത്. പിന്നീട് എങ്ങനെയാണ് ഈ ഒരു പാതയിലേക്ക് വരാനുണ്ടായ സാഹചര്യവും നടന്നു വരാനുണ്ടായ ആ തീരുമാനം എടുക്കുന്നതും എന്നുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ വിശദീകരിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? വളരെ ചുരുങ്ങിയ രീതിയിൽ ഇത് പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് വെച്ചാൽ, ഞാനൊരു ഓൾ ഇന്ത്യ ബൈക്ക് യാത്രയ്ക്ക് പോയിരുന്നു. കഴിഞ്ഞ വർഷമായിരുന്നു ഫെബ്രുവരിയിൽ സ്റ്റാർട്ട് ചെയ്ത് ഒരു മാസത്തെ യാത്രയായിരുന്നു ഉദ്ദേശിച്ചത്. അത് കഴിഞ്ഞ് ഒരു വർഷത്തെ യാത്ര കാറിൽ പോകാനും ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു യാത്രയ്ക്ക് ഡെസ്റ്റിനേഷൻ നോക്കിയപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ എല്ലാ സിറ്റീസ്, ഹിൽ സ്റ്റേഷൻസ്, സൗത്ത് ഇന്ത്യയിലുള്ള ഓൾമോസ്റ്റ് എല്ലാ ഹിൽ സ്റ്റേഷൻ, കുളു, മണാലി, ഡൽഹി, ബാംഗ്ലൂരിലൊക്കെ 2-3 വർഷം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഒരു 10-35,000 കിലോമീറ്റർ 2 വർഷത്തിൽ കാറിൽ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഡെസ്റ്റിനേഷൻ നോക്കുമ്പോൾ എനിക്ക് ഡെസ്റ്റിനേഷൻ ഒന്നുമില്ല. പിന്നെ ആകെയുള്ളത് പുരാതനമായിട്ടുള്ള ക്ഷേത്രങ്ങളും അങ്ങനെയുള്ളതായിരുന്നു. അപ്പോ അങ്ങനെ ഒരു യാത്ര തുടങ്ങിയത് ആദ്യത്തെ ദിവസം ഹംപിയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ആദ്യത്തെ ദിവസം ബേലൂർ, പിന്നെ ഹംപി, അങ്ങനെ ഓംകാരേശ്വർ, മഹാകാളേശ്വർ, വളരെ യാദൃശ്ചികമായി പല സ്പോട്ടുകൾ ചൂസ് ചെയ്തിട്ട് ഒരു യാത്ര നടത്തിയതിൽ ഞാനൊരു ഗുരുവിനെ അന്വേഷിച്ചിട്ടായിരുന്നു ആക്ച്വലി യാത്ര നടത്തിയത്. അങ്ങനെ പോയി പല സ്ഥലങ്ങളും പോയി. വൃന്ദാവനത്തിൽ പോയി, ഹരിദ്വാർ, ഋഷികേശ്, ഉത്തരകാശി, ഗംഗോത്രി വരെ പോയി. അവിടെയൊന്നും എനിക്ക് അങ്ങനെ നമുക്ക് പറ്റിയൊരു ഒരു ഒരു ഗുരു എന്ന് പറയപ്പെടുന്ന ഒരാളെ കണ്ടുമുട്ടിയില്ല. മുറി അറിവുള്ള ഒരുപാട് പേരെ കണ്ടുമുട്ടി, പക്ഷെ ഒരു വളരെ ഡീപ്പായിട്ടുള്ള നോളജുള്ള പ്രാക്ടിക്കൽ അപ്ലിക്കേഷനുള്ള ഒരാളെ നോക്കിക്കൊണ്ട് നടക്കുകയായിരുന്നു. അങ്ങനെ ഒരുപാട് സ്ഥലത്ത് പോയി. നൈനിറ്റാൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ എവിടെയും കിട്ടാതെ ഒടുവിൽ കാശി എത്തി. എല്ലാവിടെയും നിരാശയോടുകൂടെ യാത്ര ചെയ്ത് കാശിയിലും നിരാശയായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്നത്. പക്ഷെ അവിടെ വെച്ച് വളരെ യാദൃശ്ചികമായ ഒരു സാധുവിനെ കണ്ടുമുട്ടി. ആ പുള്ളിയാണ് എൻ്റെ ഒരു ജീവിതത്തിലോട്ട്, ഈ ഒരു യാത്രയിലോട്ട് ഒരു പ്രേരണയായി മാറിയത്. ഇപ്പൊ അങ്ങ് പറഞ്ഞു കാശിയിൽ വെച്ച് ഒരു ഗുരുവിനെ കണ്ടെത്തി എന്നുള്ളത്. ഈ യാത്രയ്ക്ക് മുൻപൊക്കെ അങ്ങ് ഈ ഒരു ആത്മീയ തലം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയാണോ, അതല്ലെങ്കിൽ ഈ ആത്മീയ പാതയിലേക്ക് വരുമെന്ന് കരുതിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു? അങ്ങയുടെ ആ ഒരു ഭൂതകാലം ചികഞ്ഞെടുക്കുകയാണെങ്കിൽ കുറഞ്ഞ വാക്കിൽ എങ്ങനെയായിരിക്കും പറയാം? ഞാനൊരു പ്രൈവറ്റ് സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് CBSE കരിക്കുലത്തില് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മളുടെ ഹിന്ദു ആചാരപ്രകാരങ്ങളെയൊക്കെ പൊതുവെ ക്രിട്ടിസൈസ് ചെയ്യുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഐഡൽ വർഷിപ്പ്, അങ്ങനെ സതി, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ കണ്ടും കേട്ടും അല്ലെങ്കിൽ അതൊക്കെ പഠിച്ചിട്ടാണ് നമ്മൾ ജീവിച്ചിരുന്നത്. അപ്പോൾ ചെറുപ്പം മുതലേ ഈ ഒരു ഈശ്വര വിശ്വാസം എന്നുള്ള ഒന്നില്ലായിരുന്നു. പിന്നെ യോഗ പഠിക്കായിരുന്നു. അതൊരു 10-15 വർഷം മുമ്പ് ഞാൻ യോഗ പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അത് സ്ഥിരമായി കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. മെഡിറ്റേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഒരു ഭക്തി മാർഗത്തിലൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഭക്തിയിൽ ഒരു യുക്തിയില്ല എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഞാൻ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ആ സാധുവിനെ കണ്ട ശേഷമാണ്
ഭക്തിയിലും യുക്തിയുണ്ടെന്ന് പുള്ളി വളരെ ക്ലിയർ ആയി എനിക്ക് കാശിയിൽ വെച്ച് ഒരു 3 ദിവസത്തെ സംവാദത്തിനിടയിൽ പുള്ളി എന്നിലേക്ക് എത്തിച്ചു തന്നു എന്ന് പറയാം. അങ്ങനെയായിരുന്നു ഒരു ഒരു പരിവർത്തനത്തിന്റെ തുടക്കമായി മാറിയത്. നമുക്ക് വിഷ്ണുജി അങ്ങ് പറഞ്ഞ ഒരു ഗുരുവിനെ കാശിയിൽ വെച്ച് കണ്ടുമുട്ടി എന്നുള്ളത്. അപ്പൊ ആ ഗുരുവിനെ കണ്ടുമുട്ടുന്നതിലേക്ക് നയിച്ച സംഭവ വികാസങ്ങളൊന്ന് ചെറുതായിട്ട് വിശദീകരിക്കാം. സോ ഞാൻ ഒരു 350 കിലോമീറ്റർ ബൈക്കിൽ യാത്ര ചെയ്തിട്ടാണ് കാശി എത്തിയത്. വൈകുന്നേരവും എത്തിയത്. അപ്പൊ അവിടെ കുറച്ച് പാർക്കിങ്ങിനൊക്കെ ഭയങ്കര ചെലവായിരുന്നു. പിന്നെ ദർശനത്തിനും കുറെ ക്യൂ ഒക്കെ നിന്ന് 10 മണി ആവുമ്പോഴാണ്, 9:30 കഴിഞ്ഞ ശേഷമാണ് ഞാൻ എല്ലാം കഴിഞ്ഞ് രാത്രി എത്തിയത്. ഞാൻ താമസിക്കുന്ന ഒരു ധർമ്മശാലയിൽ. ഒരു ശരി, സാധാരണ ഒരു 300-400 കിലോമീറ്റർ നമ്മൾ യാത്ര ചെയ്ത് വെച്ചാൽ ഭയങ്കര ടയേർഡായിരിക്കും. പിന്നെ അത് മാത്രമല്ല പല കാര്യങ്ങളും കൂടെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഒരു 10 മണിയാകുമ്പോഴേക്കും എനിക്ക് എന്താണെന്ന് അറിയില്ല, വല്ലാത്തൊരു ഊർജ്ജം. നമ്മളിപ്പോ ഒരു പുതിയൊരു യാത്രയ്ക്ക് തിരിക്കുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഉന്മേഷം പോലെ. അപ്പോ ശരി, ഞാൻ ഹരിദ്വാറും ഋഷികേശും ഗംഗാതീരം ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ കാശിയിൽ വന്നിട്ടുള്ള ഗംഗാതീരം ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു 10:30 ആകുമ്പോൾ ഞാൻ പതുക്കെ ധർമ്മശാലയിൽ നിന്ന് ഇറങ്ങി താഴോട്ട് നോക്കുന്നു. ധർമ്മശാല അടച്ചിട്ടിരിക്കുകയാണ്, ലൈറ്റ് ഒക്കെ ഓഫായി, റിസപ്ഷനിൽ ആരുമില്ല. ഒരു ഗ്രില്ല് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി അടുത്തെത്തുമ്പോഴേക്കും ഗ്രില്ലിൽ വലിയ ലോക്കൊക്കെ കാണും. പക്ഷെ എങ്കിലും എനിക്ക് പോകണം എന്നുള്ള ആ ഒരു ആവേശത്തിൽ ഞാൻ ജസ്റ്റ് പിടിച്ച് കുലുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഗ്രില്ല്. അപ്പൊ പെട്ടെന്നൊരു ആള് വന്നിട്ട് ബാഹർ ജാനാ ക്യാ എന്ന് ചോദിച്ചു. ഞാൻ സ്തബ്ധനായിപ്പോയി. കാരണം ആളുടെ രൂപമൊക്കെ കാണുമ്പോൾ തന്നെ ഒരു ജട പിടിച്ച മുടിയും ഇതുപോലുള്ള വേഷം പോലും ആയിരുന്നില്ല. നമ്മൾ പഴയ ശിവന്റെ സീരിയലുകളൊക്കെ കാണില്ലേ, അതില് ശിവന്റെ കൂടെ നടക്കുന്ന ആളുകളിലെ ഭയങ്കര ചന്ദനോ ഭസ്മോ ജടയൊക്കെ പിടിച്ചിട്ടൊരു വല്ലാത്തൊരു രൂപം. അപ്പൊ ഞാൻ അത് കണ്ടതും ഞെട്ടി. അപ്പൊ എനിക്ക് വാക്കുകൾ വരുന്നില്ലായിരുന്നു. പുറത്തു പോകണമെന്നാ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനിപ്പോ അതൊക്കെ ഇങ്ങനെ തലയാട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി കീ എടുത്ത് തുറന്നു തന്നു. ഞാൻ പോകുന്ന സമയത്ത് പുള്ളിയോട് ചോദിച്ചു തിരിച്ച് എത്ര മണിക്ക് വരണമെന്ന്. അപ്പൊ പുള്ളി പറഞ്ഞു എപ്പോ വേണേ വന്നോ, കുഴപ്പമില്ല പറഞ്ഞു. ഹിന്ദിയിലാണ്. അപ്പൊ എന്നാലും ഇത് അടയ്ക്കില്ലേ, അത് എത്ര മണിക്ക് അടയ്ക്കും ചോദിച്ചു. അപ്പൊ അതൊന്നും കുഴപ്പമില്ല, നീ എപ്പോ വേണമെങ്കിൽ വന്നോന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഉറങ്ങില്ലേ എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞു അതൊന്നും വിഷയമല്ല, നീ കുഴപ്പമൊന്നുമില്ല പറഞ്ഞു. എന്താ നിങ്ങൾ രാത്രി ഉറങ്ങില്ലേ ചോദിച്ചപ്പോ 1.5 മണിക്കൂർ രാത്രി ഉറങ്ങുന്നു പറഞ്ഞു. അപ്പൊ പകലാണോ ഉറങ്ങുക ചോദിച്ചു. അപ്പോ പകല് 1.5 മണിക്കൂറേ ഉറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇന്ന് മാത്രമാണ് ഇങ്ങനെ ഒരു 3 മണിക്കൂർ ഉറങ്ങുന്നത് ചോദിച്ചു. ഇല്ല, അത് ഒരുപാട് വർഷങ്ങളായിട്ട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളൊരു കോൺവെർസേഷനിൽ എൻഗേജ് ചെയ്തത്. അപ്പോ ഞാൻ പറഞ്ഞു എനിക്കിത് പഠിക്കണം എന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഒരു 6-7 മണിക്കൂർ ഉറങ്ങിയാലും വീണ്ടും ഉച്ചയ്ക്ക് ചിലപ്പോൾ ഒന്ന് ഉറങ്ങേണ്ട വരും. അപ്പൊ ഈ ഒരു 3 മണിക്കൂർ നമുക്ക് ഉറങ്ങി വെച്ചാൽ ബാക്കി 21 മണിക്കൂർ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാലോ. അങ്ങനെ ഒരു അപ്രോച്ചിലായിരുന്നു പുള്ളിയോട് പഠിപ്പിച്ചു തരാൻ പറഞ്ഞത്. പക്ഷെ പുള്ളി ഒരുപാട് പരീക്ഷിച്ച് ഒരുപാട് ടെസ്റ്റ് ചെയ്ത് 2-3 ദിവസത്തിന് ശേഷമായിരുന്നു പുള്ളി ശരി പഠിപ്പിച്ചു തരാമെന്നുള്ളൊരു നിലയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗുരുവിലേക്ക് എത്തുന്നു. ഇപ്പോ ഞാൻ അങ്ങയുടെ ഭൂതകാലത്തെ കുറിച്ച് നമ്മൾ സംസാരിച്ചു, അതിനുശേഷം ഈ യാത്ര എങ്ങനെ തുടങ്ങി എന്നുള്ളത് സംസാരിച്ചു. ഇപ്പൊ ഗുരുവിനെ കണ്ടെത്തിയതിനു ശേഷം പിന്നീട് അവിടെ സ്റ്റേ ചെയ്യുകയാണോ ഉണ്ടായത്, അതോ പിന്നീട് ഈ നടന്ന് പ്രയാഗ്രാജിലേക്ക് വരാനുണ്ടായ സാഹചര്യം അതുകൂടെ ഒന്നങ്ങോട്ട് വിശദീകരിച്ചു കഴിഞ്ഞാല് ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റ് ആകുമെന്ന് തോന്നുന്നു. സോ ഗുരുവിനെ കണ്ട് മുട്ടിയത് ഞാൻ 2 ദിവസം കാശിയിൽ നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടാ പോയത്. പക്ഷെ പുള്ളി എനിക്കൊരു പിടിയും തരുന്നില്ല. കാരണം നമ്മൾ ഈ പട്ടിയെ പോലെ പുറകെ നടക്കുക പറയല്ലേ, ഞാൻ അതിനേക്കാൾ മോശമായിട്ടാണ് പുള്ളിയുടെ പുറകെ നടന്നത്. പുള്ളി ഒരവിടെ പോയി ഇരിക്കാൻ പറയും, ഞാൻ ഇപ്പൊ വരാന്ന് പറയും. അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും വരിക. അത് കഴിഞ്ഞ് നിനക്ക് പഠിക്കണമല്ലേ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. അപ്പൊ അതേ പറയും. അപ്പൊ എന്തുകൊണ്ടാണ് ചോദിക്കും. അപ്പൊ ഞാൻ കാരണം പറയും. അതിനുശേഷം പുള്ളി പറയും നീ എന്നാ അവിടെ ഇരിക്കും, ഞാൻ ഇപ്പൊ വരാന്ന് പറയും. അത് കഴിഞ്ഞ് പുള്ളി പോവും. പിന്നെയും അരമണിക്കൂറൊക്കെ വെയിറ്റ് ചെയ്യും. ഇത് രാത്രി 11-12 മണിയാകുമ്പോഴാട്ടോ നമ്മളെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നത്. സാധാരണ ഒരു ക്ഷമയില്ലാത്ത ഒരാളാണ് അയാൾ പോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോകും. പക്ഷെ ഞാൻ അങ്ങനെ തന്നെ ഇരുന്നു. 2 ദിവസം കഴിഞ്ഞിട്ടും പുള്ളി പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞപ്പോ ഒരു 13 വർഷം എടുക്കുന്നു പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് അത്ര ആയുസൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെയും ഞാൻ വിട്ടില്ല. എനിക്ക് പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ 3 മണിക്കൂർ ഉറക്കം കുറച്ചില്ലെങ്കിലും വേറെ എന്തെങ്കിലും കുറച്ചെങ്കിലും പഠിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ 3-ാമത്തെ ദിവസം 1 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്ത് പുള്ളിയുടെ പുറകില് പലയിടത്തും എന്നെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ഇരിക്കാൻ പറയും. അരമണിക്കൂർ കഴിഞ്ഞായിരിക്കും വരിക. അപ്പൊ അങ്ങനെ പല രീതിയിൽ നമ്മളെ ടെസ്റ്റ് ചെയ്ത് നോക്കി, നമ്മളെ ക്ഷമയൊക്കെ പരീക്ഷിച്ച് നോക്കിയ ശേഷം ശരി പഠിപ്പിച്ചു തരാൻ 6 മാസം വരെ സമയം എടുക്കുന്നു പറഞ്ഞു.
അപ്പൊ അങ്ങനെ പുള്ളി ഫോൺ നമ്പർ തരാന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ അവിടുന്ന് യാത്ര തിരിച്ചു. അതിനുശേഷം തമിഴ്നാടും കേരളത്തിൽ പത്മനാഭസ്വാമി ക്ഷേത്രമൊക്കെ ഒന്ന് കറങ്ങിയിട്ട്, കാരണം ഞാൻ ഇതുവരെ കേരളത്തിൽ ഇരുന്നിട്ട് അതുപോലും കണ്ടിട്ടില്ല. പുള്ളി ഇതൊക്കെ കണ്ടിട്ടുണ്ട്. 40 വർഷം കാൽനടയായി ഭാരതം മുഴുവൻ യാത്ര ചെയ്ത ഒരാളാണ്. അപ്പൊ കേരളത്തിന്റെ മുക്കും മൂലയും നമുക്ക് അറിയാത്ത ക്ഷേത്രങ്ങൾ വരെ അറിയുന്നു. മാത്രമല്ല ഭക്തി മാർഗത്തില് യുക്തിക്കും അപ്പുറമുള്ള എന്തൊക്കെയോ പല കാര്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നും മനസ്സിലാക്കി. കാരണം പുള്ളി ഈ മഞ്ഞത്ത് കൂടിയൊക്കെ ഹിമാലയത്തിലൂടെ ഒരുപാട് സഞ്ചരിച്ചിട്ടുണ്ട്. 3 തവണ കൈലാസത്തിലോട്ട് നടന്ന് പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഒരു കഴിവുള്ള ആളുകൾ വളരെ കുറവാണ്. അപ്പോ അതെല്ലാം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ 3 ദിവസം ഞാൻ അത്രയും ക്ഷമയോടെ പുള്ളിയുടെ പുറകെ പോയത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലെത്തി വന്നോട്ടെ എന്നുള്ളത് ചോദിച്ചപ്പോ ഇപ്പോ ചൂടാണ്, ഞാൻ പറയാന്ന് പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് ചോദിച്ചപ്പോ പറഞ്ഞു മഴയാണ്, പിന്നെ പറയാന്ന് പറഞ്ഞു. അല്ല, എനിക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യണം, ഫ്ലൈറ്റോ ട്രെയിനൊക്കെയാണെന്ന് വെച്ചാൽ നേരത്തെ ബുക്ക് ചെയ്യുമ്പോഴാണ് ചിലവ് കുറഞ്ഞ രീതിയിൽ വരാൻ കഴിയാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നിന്നെ വിളിക്കാന്ന് പറഞ്ഞു. ഒരു ദിവസം രാത്രി ഇങ്ങനെ വിളിച്ചിട്ട് തു ആന ചാഹത്ത ഹേ ക്യാ, നീ വരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ അതെ പറഞ്ഞു. അപ്പൊ പെയ്തലാവുകേ ബഹുത് ആനന്ദായേഗ എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല. അതായത് നടന്നു വരുവോ, ഭയങ്കര സന്തോഷം തോന്നും ചോദിച്ചു. അപ്പോ ഞാൻ ഒരക്ഷരം മിണ്ടിയില്ല. നീ ആലോചിച്ചിട്ട് പതുക്കെ പറഞ്ഞാൽ മതി പറഞ്ഞു. 1 മാസത്തോളം ഞാൻ ഇരുന്നും കിടന്നും ആലോചിച്ചു. നമ്മൾ ഈ സന്തോഷത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ ഒരുപാട് ബാധ്യതയുള്ള ഒരു ഫാമിലിയിലല്ല വരുന്നത്. മാത്രമല്ല ആവശ്യത്തിന് ഒരു എഡ്യൂക്കേഷൻ ടെക്നോളജി കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിലും ഏറെ കാശും അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ ഒരു സാമ്പത്തിക പ്രതിസന്ധി എന്ന് പറയുന്നത് വളരെ അപൂർവമായിട്ട് ഫേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഞാൻ താമസിക്കാത്ത 5 സ്റ്റാർ ഹോട്ടലുകളുടെ എണ്ണം അപൂർവമാണ്, പ്രത്യേകിച്ച് കൊച്ചിയിൽ. ഓൾമോസ്റ്റ് എല്ലാ നെറ്റ്വർക്ക് ഹോട്ടലുകളിലും പലപ്പോഴും പല കാര്യത്തിന് വേണ്ടി സ്റ്റേ ചെയ്തിട്ടുണ്ട്. ഫ്ലൈറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടന്നിട്ടുണ്ട്. ടൂറും ട്രിപ്പ് എന്ന് പറയുന്നത് വളരെ ലാവിഷായി അടിച്ചു പൊളിച്ച് നടക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഞാൻ ഇതുവരെ എൻജോയ് ചെയ്യാത്തതിനും അപ്പുറത്ത് എന്തോ ഒരു സന്തോഷം ഒളിഞ്ഞിരിക്കുന്നുണ്ട് എന്നുള്ളൊരു ധ്വനി എനിക്ക് മനസ്സിലായി. അപ്പോ ശരി, 1 മാസത്തിന് ശേഷം ഞാൻ ശരി നടന്നു വരാമെന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അങ്ങനെ സെപ്റ്റംബർ 18-ന് ഓണം കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞ് ഒരു പൗർണമി ദിവസം രാവിലെ ബ്രഹ്മമുഹൂർത്തത്തിനാണ് യാത്ര തിരിച്ചത്. അങ്ങനെ തുടങ്ങുന്നത് ബാംഗ്ലൂരിൽ നിന്നാണെന്ന് തോന്നുന്നു. ഇന്നലെ പറഞ്ഞ കൂട്ടത്തിൽ ഞാനത് ഓർക്കുന്നു. അല്ലല്ല, ഞാൻ നാട്ടിൽ തന്നെയാണ്, പാലക്കാട് നിന്ന് തന്നെയാണ് തുടങ്ങിയത്. ഞാൻ ബാംഗ്ലൂർ കുറച്ച് വർഷം മുമ്പ് ഞാൻ 1-2 വർഷം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പാലക്കാട് വീട്ടിൽ നിന്ന് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ. ഏകദേശം എനിക്ക് തോന്നുന്നു ഞാൻ ട്രെയിനിന് അന്ന് കോവേളയ്ക്ക് വന്ന സമയത്ത് 2700-നടുത്ത് കിലോമീറ്റർ ട്രെയിൻ ഡിസ്റ്റൻസ് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നടന്നു പോകുമ്പോൾ അതിന്റെ എത്രയോ അധികം വരും എന്നുള്ളതും സത്യം. അങ്ങനെ അങ്ങ് തുടങ്ങുന്നു, യാത്ര തുടങ്ങുന്നു. ഈ യാത്ര തുടങ്ങി പ്രയാഗ്രാജിൽ എത്തുന്നത് വരെയുള്ള മുഹൂർത്തങ്ങളിൽ ഒരുപാട് അങ്ങക്ക് മറക്കാൻ സാധിക്കാത്ത അങ്ങയുടെ എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ടായിരിക്കാം. പല പല സ്ഥലങ്ങളിൽ തങ്ങിയത്, മറ്റുള്ള കാര്യങ്ങളൊക്കെ. അതിൽ എടുത്ത് പ്രേക്ഷകരോട് ചുരുങ്ങിയ വാക്കുകളിൽ കുറച്ച് സ്ഥലങ്ങളിലെ എക്സ്പീരിയൻസ്, കാരണം ഇത്രയും നാൾ അവിടെ വരെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിന് വന്നിട്ടുള്ള ഇടയിൽ വന്നിട്ടുള്ള ആ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു വിഷ്ണുജി? പറഞ്ഞത് വളരെ ശരിയാണ്. ഓരോരിടത്തും ഓരോരോ പുതിയ അനുഭവങ്ങളായിരുന്നു. പാലക്കാട്ട് നിന്ന് അവിടുന്ന് ഗുരുവായൂര്, പിന്നെ ഉടുപ്പി, മൂകാംബിക, പിന്നെ മുരുടേശ്വർ, ഗോകർണ, അവിടുന്ന് കോലാപ്പൂർ, പിന്നെ സത്താറ, സിരടി സായിബാബന്റെ അവിടെ പോയി, പിന്നെ ഓംകാരേശ്വർ, അതായത് ജഗദ്ഗുരു ശങ്കരാചാര്യരുടെ ഗുരുവിനെ ലഭിച്ച സ്ഥലമാണ്. അപ്പൊ അവിടെ പോയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഉജ്ജയിൻ, അതിനുശേഷമാണ് പ്രയാഗിലെത്തിയത്. ഇതിലേറ്റവും വളരെ എനിക്ക് ഒരു നിമിത്തം എന്നോ എൻ്റെ ഒരു ഭാഗ്യം എന്നോ അതെങ്ങനെ എനിക്ക് പറയണമെന്ന് അറിയില്ല, അങ്ങനെ ഒരു സംഭവം നടന്നത് സിയാറാം ബാബയെ ഒന്ന് കാണാൻ പോയപ്പോഴാണ്. പുള്ളി ഓംകാരേശ്വർ ക്ഷേത്രത്തിന്റെ വളരെ അടുത്തായിട്ട് നർമ്മദാ തീരത്തെ ഒരു ആശ്രമത്തിലും അമ്പലത്തിലായിട്ടാണ് പുള്ളി ഇരിക്കുന്നത്. വളരെ പ്രായമായിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മൾ ഈ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാകും. എനിക്ക് സിയാറാം ബാബ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല. ഈ ഒരു വളരെ പ്രായം ചെന്ന് സ്കിന്നൊക്കെ വളരെ ചുളുങ്ങിയിട്ട് ഇങ്ങനെ ഒരു ദീപമൊക്കെ തെളിയിക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പൊ ആ ഒരു ബാബയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോ ശരി ഏതായാലും പോയി ഒന്ന് കാണാന്ന് പറഞ്ഞ് വൈകുന്നേരം ഒരു 6:30 ആകുമ്പോഴാണ് ഞാൻ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് ലഗേജ് ഒക്കെ ആയിട്ടാണ് പോയത്. അപ്പൊ ആളുകളൊക്കെ ഒരുപാട് കാണാൻ വന്ന് ക്യൂ നിൽക്കുകയായിരുന്നു. ഞാനും പോയി ക്യൂ നിൽക്കുകയായിരുന്നു.
അപ്പോ എന്നെ കണ്ടതും അവിടുത്തെയുള്ള ഒരു വളണ്ടിയർ ക്യൂ നിൽക്കണ്ട എന്ന് പറഞ്ഞ് നേരെ ദർശനത്തിന് കൊണ്ടുപോയി. അപ്പൊ അത്രയും പ്രായമായി നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ എത്രയും ദൂരം നടന്നു വന്നതാണ്, എനിക്ക് ഫോട്ടോ എടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒന്നിനും പോയില്ല. ജസ്റ്റ് കണ്ടു, ശരി എന്ന് പറഞ്ഞ് ഞാൻ അവിടെ അന്ന് അവിടെ സ്റ്റേ ചെയ്യണമെന്ന് എന്റെ ഗുരുജി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആ ദിവസം സ്റ്റേ ചെയ്തിട്ട് രാവിലെ നേരത്തെ എണീച്ച് പോകാന്നുള്ള ഉദ്ദേശമായിരുന്നു. പക്ഷെ ആ ദിവസം കുറച്ച് തണുപ്പ് അധികമായത് കാരണം കുറച്ച് ഡിലേ ആയി. അപ്പൊ ഞാനൊരു 7 മണിയാകുമ്പോഴേക്കും യാത്ര തിരിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് പുള്ളി ശരീരം ഉപേക്ഷിച്ചു എന്നുള്ളൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനൊന്ന് കണ്ടിട്ട് പോകാന്ന് പറഞ്ഞു അങ്ങോട്ട് പോയപ്പോഴാണ് പിന്നെ ഗുരുജീനോട് സംസാരിച്ചപ്പോ നീ അന്ന് അവിടുത്തെ നിന്ന് അവിടുത്തെ ചടങ്ങ് കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ പോകുമ്പോ അവിടെ ലക്ഷക്കണക്കിന് ആളുകളായിരുന്നു പുള്ളിയെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നത്. മധ്യപ്രദേശിലെ മുഖ്യമന്ത്രി മോഹൻ യാദവ് വന്നിട്ടാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോ അതുവരെ ഞാൻ പുള്ളിയുടെ തൊട്ടടുത്ത് ആണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം 5-6 മണിക്കൂർ ഈ ഈ ഈ പുള്ളിയുടെ ഭൗതിക ശരീരത്തിന്റെ തൊട്ടടുത്തായിരുന്നു ഇരിക്കുന്നുണ്ട്. പല പോലീസ് ഉദ്യോഗസ്ഥന്മാരും വന്നിട്ട് മാറാനൊക്കെ നിർദ്ദേശം തന്നിരുന്നു. പക്ഷെ പുള്ളിയുടെ ഏറ്റവും അടുത്ത ശിഷ്യന്മാർ വന്നിട്ട് നീ ഇവിടെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു. അപ്പോ എനിക്ക് പിന്നെ വേറെ ഓപ്ഷൻ ഇല്ല. പിന്നെ ഞാൻ അങ്ങനെ ഇരുന്ന് പിന്നെ മോഹൻ യാദവ് ജി വന്നപ്പോഴാണ് ഞാൻ തൊട്ടടുത്ത് മാറിയിരുന്നത്. അപ്പൊ അത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. മാത്രമല്ല ഇതെല്ലാം എന്റെ അമ്മ വീട്ടിൽ ലൈവായിരുന്നത് കാണുന്നുണ്ടായിരുന്നു, യൂട്യൂബിലും പല മാധ്യമത്തിലൂടെ. അപ്പൊ നീ എന്താ അവിടെ നിന്ന് മാറാത്തതെന്നുള്ള വോയിസ് മെസ്സേജ് വരെ എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. കാരണം ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നു, നീ അവിടെ തന്നെ ഇരിക്കുന്നു, എങ്ങനെയാണ് നീ അവിടെ ഇരിക്കുന്നത് തോന്നി. എനിക്കിതൊന്നും അറിയില്ല. ബട്ട് ഐ വാസ് ഫോർച്ചുനേറ്റ്. ഞാൻ അവിടെ ഒരു നിമിത്തം എന്ന രീതിയിൽ ഞാൻ അവിടെ എത്തപ്പെട്ടു. ഞാന് സിയാറാം ബാവയുടെ അങ്ങ് അയച്ചു തന്ന ഫോട്ടോ ഉണ്ടായിരുന്നു, അത് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. സിയാറാം ബാവയുടെ എല്ലാവരും പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പിക്ചറാണിത്. നല്ല ഉയരമുള്ള ബാബാജി, നല്ല ഉയരമുണ്ട്, ഇങ്ങനെ കൂനിയാണ് നടക്കാറ്. ഒട്ടേറെ പിക്ചർ സിയാറാം ബാബ എന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടുന്നതാണ്. 100 കണക്കിന് 1000 കണക്കിന് പിക്ചറുകളുണ്ട്. അപ്പോ വിഷ്ണുജി അദ്ദേഹത്തിന്റെ ആ ഒരു സമാധിയായ ശരീരത്തിന്റെ വലതുവശത്തായിട്ട് അല്ലെ, വലതുവശത്തായിട്ടാണ് ഇരിക്കുന്നത്. ആ സൈഡിൽ ഇരിക്കുന്നതിന്റെ ഒരുപാട് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. എന്നിരുന്നാലും സിയാറാം ബാബജിയെ കുറിച്ച് അറിയാത്ത ആളുകൾ വളരെ വിരളമാണ്. അത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് ഇപ്പോൾ അദ്ദേഹം ഇവിടെ ഷെയർ ചെയ്തത്. അപ്പൊ സിയാറാം ബാബജിയെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ആ ഫോട്ടോ കാണിച്ചിട്ടുള്ളത്. ഓക്കെ, വിഷ്ണുജി അങ്ങിപ്പോ ഈ പറയുന്ന പ്രയാഗ്രാജിലേക്ക് നടന്നെത്തി. ഈ എക്സ്പീരിയൻസുകൾ, ഒരുപാട് എക്സ്പീരിയൻസുകൾ ഉണ്ട്. അത് 2-3 ദിവസം ഇരുന്ന് നമ്മൾ ഷെയർ ചെയ്താലും തീരില്ല. കാരണം നമ്മൾ ഇന്നലെ തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ തന്നെ ഏകദേശം 1/4 മണിക്കൂറോളം സംസാരിച്ചു. അപ്പൊ അത് വലിയ പ്രേക്ഷകരിലേക്ക് ഒരുപാട് പറയാനുള്ളത് കൊണ്ട് പറയുന്നില്ല. ഇപ്പൊ അത് ഒരുപാട് എക്സ്പീരിയൻസ് ആണ്. അതിൽ നല്ലതുണ്ട്, ചീത്തയുണ്ട്, ഒരുപാട് അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് മനസ്സിലാക്കുക അദ്ദേഹം എങ്ങനെയാണ് അത് അവിടേക്ക് എത്തിയിട്ടുണ്ടാവുക എന്നുള്ളത്. മാത്രമല്ല അദ്ദേഹം ഒരു നിരീശ്വരവാദിയായിരുന്നു എന്ന് തന്നെ കൃത്യമായിട്ട് പറയേണ്ടതുണ്ട്. അവിടെ നിന്ന് പരീക്ഷണത്തിൽ അതല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഇനി തേടാനുണ്ടോ, നേടാനുണ്ടോ, അറിയാനുണ്ടോ എന്ന ആ തീക്ഷ്ണമായിട്ടുള്ള ആ ആഗ്രഹത്തോടെ ഇങ്ങനെ ഒരു ട്രാവലറായിട്ട് മാത്രം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഇങ്ങനെ കാശിയിൽ എത്തുന്നതോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ആ ജീവിതത്തിൽ വരുന്ന ആ ഒരു മാറ്റം. കാരണം അദ്ദേഹം തേടി നടന്ന ഒരു ഗുരു, അതും പ്രാക്ടിക്കലായിട്ട് നമ്മൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗുരു ആയിരിക്കണമെന്ന് അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ് എപ്പോഴും ഉണ്ടായിരുന്നു. കാരണം അന്ധവിശ്വാസങ്ങളും വിശ്വാസങ്ങളും ഉണ്ട്, അതിനും അപ്പുറമാണ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഗുരുവിനെ കണ്ടെത്തുക എന്നുള്ളത്. അങ്ങനെയാണ് അദ്ദേഹം ഗുരുവിനെ കണ്ടെത്തിയതും. ഇപ്പോ അദ്ദേഹത്തിന്റെ അടുത്തോട്ട് പോകുന്ന വഴിയാണ് പ്രയാഗ്രാജിൽ എത്തി നിൽക്കുന്ന ഈ ഒരു അവസ്ഥയാണുള്ളത്. ഇനി നമ്മുടെ പ്രയാഗിലേക്ക് ഇന്നും വരാൻ കൊതിച്ചു നിൽക്കുന്ന, അതല്ലെങ്കിലും ഇപ്പോ എല്ലാവരും സാധാരണ പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ കാണുന്ന, വിഷ്ണുജി ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, ഇത്ര കണ്ട് കോളിഫോം ബാക്ടീരിയ ഒക്കെ ഉള്ള ആ ഒരു വെള്ളത്തിലാണ് കുളിക്കുന്നത്, വളരെ വൃത്തിഹീനമായിട്ടുള്ള പരിസ്ഥിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിൽ എത്രത്തോളം ഈ മഹാകുംഭമേളയെ ഡീപ്രമോട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതൊക്കെ അറിയാം. അപ്പോ ഈ മഹാകുംഭമേളയെ കുറിച്ച് എങ്ങനെയാണ് അങ്ങ് പ്രതിപാദിക്കുകയാണെങ്കിൽ? സോ ഈ ഒരു യാത്രയിൽ ഒരുപാട് നിമിത്തങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഞാൻ ഇവിടെ എത്തുന്നത് 27-ാം തീയതി രാവിലെ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു വലിയൊരു സ്വീകരണമൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. കാരണം അന്ന് പ്രദോഷമായിരുന്നു, അമാവാസ്യന്റെ മൗനി അമാവാസ്യയുടെ 2 ദിവസം മുമ്പായിരുന്നു. അപ്പോ ഇവിടെ വന്ന് എനിക്ക് ഒരു വല്ലാത്തൊരു അനുഭവമായിരുന്നു. അത് കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് സ്നാനത്തിന് പോകുന്നത്. അപ്പോൾ നമ്മൾ ഞാൻ പാലക്കാടാണ്. അപ്പൊ ഈ നെന്മാറ വേലയ്ക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള വേലകളിലെ മണപ്പുള്ളിക്കാവ് വേല, പിന്നെ ചിറ്റൂര്, കൊങ്ങമ്പട, ഇവിടെയൊക്കെ പോകുന്നുണ്ടാവും. ഒരു പൂരം കഴിഞ്ഞു വെച്ചാൽ അവിടെ വളരെ ചപ്പും ചവറും എല്ലാത്ത സാധനങ്ങൾ നമ്മളൊന്നും അടുത്ത ദിവസം പോകുമ്പോഴേക്കും അവിടെ ഒരു വല്ലാത്തൊരു അന്തരീക്ഷമായിരിക്കും. പക്ഷെ ഇത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ആഘോഷമാണ്.
ഓക്കെ, ഇപ്പൊ നമ്മളുടെ അവിടുത്തെ ആഘോഷങ്ങൾക്കൊക്കെ ഒരു ലക്ഷക്കണക്കിനോ 4-5 ലക്ഷം വരെ ആയിരിക്കും വരിക, മേ ബി 10 ലക്ഷം ആയിരിക്കും. അതിൽ കൂടുന്നു തോന്നില്ല, പ്രത്യേകിച്ച് പാലക്കാട് ചിലപ്പോൾ 20 ലക്ഷം ഉണ്ടാവും. പക്ഷെ ഇവിടെ കോടിക്കണക്കിന് ആളുകളാണ്, 10 കോടി വരെ ആളുകൾ ഒരു ദിവസത്തില് മൗനി അമാവാസ്യയുടെ സമയത്തുണ്ടായിരുന്നു. അപ്പൊ ഈ കോടിക്കണക്കിന് ആളുകളെല്ലാം വന്നു പോയി, ദിവസം പോയിക്കൊണ്ടിരിക്കുകയാണ്, ആളുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇവിടെ നമ്മൾ നടന്നു പോകുമ്പോൾ ശരിക്കും ഇങ്ങനെ ഈ ഒരു നമ്മൾ വൃത്തിഹീനമായിട്ടുള്ള ഒരു അന്തരീക്ഷം നമ്മൾ കാണാറ് പോലുമില്ല. ഇപ്പൊ ടോയ്ലറ്റ് ഫെസിലിറ്റി ഇല്ല എന്നൊക്കെ പലരും പറയും, പക്ഷെ നമ്മൾ എവിടെ നിന്ന് നോക്കുകയാണെന്ന് വെച്ചാലും നമുക്ക് കുറച്ച് ടോയ്ലറ്റിന്റെ എണ്ണം പലതും കാണാൻ പറ്റും. അതായത് ഒന്നല്ല, ഒരു 10-15 ആയിട്ട് കാണാൻ പറ്റും. ഡസ്റ്റ്ബിൻ എന്ന് പറഞ്ഞാൽ ഒരു 100 മീറ്ററിന് 2 ഉണ്ടാവും. അപ്പൊ നമ്മൾക്ക് പോലും ഒരു ചായ കുടിച്ചോ എന്തെങ്കിലും ചെയ്തു വെച്ചാൽ ഒരു കപ്പ് എടുത്തിട്ട് നമുക്ക് റോട്ടിലിടാൻ തോന്നുന്നില്ല. കാരണം അത്രയും വൃത്തിയായി വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ പോലും നല്ലപോലെ ബിഹേവ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ എയർപോർട്ടിൽ പോകുന്നതും ഒരു ബസ് സ്റ്റാൻഡിൽ പോകുന്ന തമ്മിൽ നമ്മളുടെ ബിഹേവിയറിൽ വ്യത്യാസം ഉണ്ടല്ലേ. ഇത് എയർപോർട്ടാണെന്ന് ഞാൻ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല, ബട്ട് ആ ഒരു ഡിഫറൻസ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ കപ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ പോലും പോയി ഡസ്റ്റ്ബിന്നിലായിരിക്കും ഇടുന്നത്. പിന്നെ വെള്ളത്തിന്റെ കാര്യമാണെന്ന് പറഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്ന് സ്നാനം ചെയ്ത് പോകുന്നുണ്ട്. അതിനവിടെ സേഫ്റ്റിയുടെ കാര്യം വളരെ നല്ലപോലെ നോക്കുന്നുണ്ട്. പിന്നെ ഏതൊരു പുഴയിൽ പോയി 10 പേര് കുളിച്ചാലും അവിടുത്തെ മണ്ണ് കലങ്ങും. കാരണം നമ്മള് സ്വിമ്മിംഗ് പൂളിൽ കുളിക്കുന്ന പോലെയല്ല അവിടെ. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ മണ്ണ് കലങ്ങിയിട്ടുണ്ടാവും, പക്ഷെ അതൊരിക്കലും ഞാന് 3 പ്രധാന സ്നാനങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മൗനി അമാവാസ്യത്തെ സ്നാനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വസന്ത പഞ്ചമി സ്നാനം കഴിഞ്ഞു, പൗർണമിയുടെ സ്നാനം. ഇതെല്ലാം സംഗമവും അതിന്റെ പരിസരത്താണ് പോയി ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ നിൽക്കുന്നുണ്ട്. അപ്പോ എനിക്കിവിടെ ഒരു കുഴപ്പമില്ല, എന്റെ കൂടെ വന്ന ആളുകൾക്ക് കുഴപ്പമില്ല. പാലക്കാട്ടിൽ നിന്ന് മലയാളം മാത്രം അറിയുന്ന പലരും ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്തിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഇതൊരു പുതിയൊരു അനുഭവമായിരുന്നു. അപ്പോൾ നമ്മള് ഈ വാർത്തകളിൽ കാണുന്നത് മാത്രമല്ല, ഇവിടെ നടക്കുന്നത് യാഥാർത്ഥിക സ്ഥിതി ഇവിടെ വന്നു പോയവർക്ക് നല്ലപോലെ മനസ്സിലാവുമെന്ന് കരുതുന്നു. ഇനി എന്താണ് വിഷ്ണുജി, ഇപ്പൊ പ്രയാഗ്രാജില് കഴിഞ്ഞു, ഇനി കാശിയിലേക്കാണല്ലോ ഇനി അടുത്തത്, ഗുരുവിന്റെ അടുത്തോട്ടാണല്ലോ പോകുന്നത്. ഇങ്ങനെ എന്താണ് അടുത്ത നീക്കങ്ങൾ? നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല, എന്നിരുന്നാലും മനസ്സിലുള്ളത് എന്താണ്? ഞാനിവിടെ ഒരു 10 ദിവസത്തെ സ്റ്റേ ആയിരുന്നു ഉദ്ദേശിച്ചത്. മൗനി അമാവാസിയും വസന്ത പഞ്ചമിയും കഴിഞ്ഞ് യാത്ര തിരിക്കാന്ന് വിചാരിച്ച. പക്ഷെ പല കാരണങ്ങൾ കൊണ്ട് ഇപ്പോ യാത്ര ശിവരാത്രി കഴിഞ്ഞിട്ട് ഇവിടുന്ന് മുന്നോട്ട് പോകാനുള്ള ഉദ്ദേശത്തിലാണ് നിൽക്കുന്നത്. അതിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോന്ന് എനിക്ക് അറിയില്ല. കാരണം ഞാൻ ഒരു ലോജിക്കലായിട്ട് ചിന്തിക്കുന്ന രീതിയിലല്ല ഇപ്പൊ എന്റെ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ തുടങ്ങുന്ന സമയത്ത് ഒരു ട്രക്കിങ്ങിന് പോകുന്ന പോലെ, ഓക്കെ, പാലക്കാട്ടിൽ നിന്ന് കാശിയിലോട്ട് ഇത്ര കിലോമീറ്റർ ആണ്, അപ്പോൾ അതിന് 30 കിലോമീറ്റർ വെച്ച് ഒരു ദിവസം നടന്നു വെച്ചാൽ ഒരു റഫ്ലി 90 to 100 ഡേയ്സിന്റെ ഉള്ളിൽ അവിടെ എത്തും. പക്ഷെ ഇപ്പൊ ഞാൻ യാത്ര തിരിച്ചിട്ട് ഇപ്പോ ഈ വരുന്ന 18-ാം തീയതി, ഇന്ന് എത്ര തീയതി, അയ്യോ ഡേറ്റ് പോലും ഇപ്പൊ ശ്രദ്ധിക്കില്ല. പണ്ട് ജോലിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ഡേറ്റ് ഒക്കെ നോക്കുകയായിരുന്നു. ഇപ്പൊ ഐ ഡോണ്ട് റിമെമ്പർ ദ ഡേറ്റ്. 21. സോ 21, ഓക്കെ, 5 മാസമായി യാത്ര തിരിച്ചിട്ട്. സോ ഇനി യാത്ര കാശിയിലോട്ട് തന്നെയാണ് പോകുന്നത്, പക്ഷെ എന്ന് പോകുന്നത് അറിയില്ല. മിക്കവാറും ശിവരാത്രി കഴിഞ്ഞിട്ടായിരിക്കും യാത്ര മുന്നോട്ട് പോവുക. ഇപ്പൊ പ്രയാഗ്രാജിലേക്ക് എൻട്രി ഇന്ന ദിവസമായിരുന്നു എന്ന് പറഞ്ഞു. ആ പ്രയാഗ്രാജില് എത്തിയ ദിവസം, അതായത് ഇപ്പൊ ഇവിടുന്ന് പാലക്കാട് നിന്ന് തുടങ്ങി പ്രയാഗ്രാജില് എത്തിയ ആ നിമിഷം വരെ, അത് എത്ര ദിവസമായിരുന്നു? അത് 4 മാസം ഒരാഴ്ചയായിരുന്നു. ഇത് ഒരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ യാത്ര ചെയ്തിട്ടുള്ള ഒരു ശീലം ഉണ്ടെങ്കിൽ അതൊക്കെ വാഹനങ്ങളിലായിരുന്നു. പക്ഷെ നടന്നിട്ടുള്ള ഒരു യാത്ര ആദ്യമായിട്ടായിരുന്നു. അപ്പൊ ഗുരുവായൂർ എത്തുമ്പോഴേക്കും എന്റെ കാല് നീരൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ 2-3 ദിവസം റെസ്റ്റ് എടുത്തു. കോഴിക്കോട് എത്തിയപ്പോൾ വീണ്ടും കാല് വേദന വന്നിട്ടുണ്ടായിരുന്നു. അവിടെ 2-3 ദിവസം റെസ്റ്റ് എടുത്തു. കണ്ണൂർ 3 ദിവസം റെസ്റ്റ്, ഗോകർണർ റെസ്റ്റ്, മൂകാംബികയിലും റെസ്റ്റ് ഉണ്ടായിരുന്നു. ഓംകാരേശ്വർ 10 ദിവസത്തോളം നിന്നു. പിന്നെ അതേപോലെ വേറെ ഏതാ സ്ഥലം, ഉജ്ജയിനിൽ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ നിന്നിട്ടുള്ള യാത്രയാണ്. അപ്പൊ 4 മാസം ഒരാഴ്ച എടുത്തിട്ടാണ് ഇവിടെ എത്തിയത്. ഇപ്പൊ ഞാൻ ഇവിടെ നിൽക്കാൻ തുടങ്ങിയിട്ട് 20-25 ദിവസത്തിന് അടുത്തായി. ഇനി ശിവരാത്രി കഴിഞ്ഞിട്ടാണ് ഇവിടുന്ന് യാത്ര തിരിക്കുക. ഇപ്പൊ അങ്ങയുടെ ഗുരു അങ്ങയോട് നടന്നു വരൂ, വളരെ ആനന്ദകരമായിരിക്കും അത് എന്ന് പറഞ്ഞു. അങ്ങനെ അത് ഏറ്റെടുക്കുന്നു. ഗുരു പിന്നെ അങ്ങയെ ബന്ധപ്പെടാറുണ്ടോ, അതോ ഗുരുവുമായിട്ടുള്ള ഒരു കണക്ഷൻസ് എങ്ങനെയൊക്കെയായിരുന്നു? പിന്നെ അങ്ങക്ക് വരുന്ന ബുദ്ധിമുട്ടുകളോ അതല്ലെങ്കിൽ ആനന്ദമായാലും വേദനയായാലും ആ നിമിഷങ്ങളിലൊക്കെ ഗുരുവുമായിട്ടുള്ള ഒരു കണക്ഷൻസ് എങ്ങനെയായിരുന്നു? ആ ഈ ഗുരുവായിട്ടുള്ള നമ്മളൊക്കെ വിചാരിക്കുന്നത് പുള്ളി അവിടെ ഇരിക്കുന്നു, നമ്മളോട് അങ്ങനെ യാത്ര ചെയ്യാൻ പറഞ്ഞു, നമ്മൾ ടോട്ടലി ഡിസ്കണക്റ്റഡ് ആണ്, ആകെ ഫോണിലുള്ള ബന്ധം മാത്രമേ ഉള്ളൂ എന്നുള്ള ധാരണയിലായിരുന്നു ഞാൻ സ്റ്റാർട്ട് ചെയ്തത്.
പക്ഷെ ഞാൻ വല്ലാതെ ടെൻസ്ഡ് ആവുക, അതായത് പെട്ടെന്നുള്ള ടെൻഷനല്ല, ഒരു കുറെ നേരമുള്ള ടെൻഷൻ ആവുക. എനിക്ക് എന്തെങ്കിലും ഫെസിലിറ്റി കിട്ടാതെ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് കോൾ വന്നിട്ടുണ്ടാകും. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചത് എന്താ വെച്ചാൽ, ഞാൻ മാഹിയിലായിരുന്ന സമയത്ത് ഒരു ദിവസം മഴയായിരുന്നു. അപ്പൊ എനിക്ക് ഞാൻ നിൽക്കാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് എനിക്ക് ഒരു അവസാന നിമിഷം ഒരു 8 മണിയാകുമ്പോൾ ഇവിടെ നിൽക്കാൻ കഴിയില്ല, പോകണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ഞാൻ ആ മഴയത്ത് ഇറങ്ങി നടക്കുന്ന സമയത്തിന്റെ ഇടയിൽ പുള്ളി ഒരു 7 തവണ എന്റെ ഫോണിൽ വിളിച്ചിട്ടാണ്. അങ്ങനെ ഇതുവരെ പുള്ളി വിളിച്ചിട്ടില്ല. ഒരു തവണ വിളിച്ചിട്ട് കിട്ടിയില്ല വെച്ചാൽ ഞാൻ തിരിച്ച് വിളിക്കുന്നവരെ കാത്തിരിക്കും. അപ്പോ അങ്ങനെ ഞാൻ ഡിസ്റ്റർബ്ഡ് ആയിരിക്കുന്ന സമയത്ത് എപ്പോഴും പുള്ളി എന്നെ ബന്ധപ്പെടാറുണ്ട്. ആ ശരി എന്ന് പറഞ്ഞിട്ട് പുള്ളി കട്ട് ചെയ്യും. എങ്ങനെയാണെന്ന് അറിയില്ല, ഒരു മിറാക്കിൾ പോലെ അതെല്ലാം സോൾവ് ചെയ്തു പോകും. അതൊന്നും എനിക്ക് ലോജിക്കൽ, ഇതിപ്പോ ഞാൻ എന്നോട് തന്നെ 2 വർഷം മുമ്പ് പോയി പറഞ്ഞാൽ പോലും ഞാൻ പോലും വിശ്വസിക്കില്ല. അങ്ങനെയുള്ള പല മുഹൂർത്തങ്ങളിലൂടെയാണ് ഇപ്പൊ ഞാൻ കടന്നു പോകുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിവിടെ കുംഭമേളയ്ക്ക് ഈ യാത്രയിൽ എത്തുന്നത് ഞാൻ ഒരിക്കലും കണക്ക് കൂട്ടിയിരുന്നില്ല. കാരണം പാലക്കാട് നിന്ന് യാത്ര തിരിക്കുമ്പോൾ കാശിയിൽ എത്തിയ ശേഷം അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുള്ളൊരു ധാരണയിലായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എന്റെ കണക്കുകൂട്ടലുകൾ പ്രകാരമല്ല പോകുന്നത്, പക്ഷെ നടക്കുന്നത് ഞാൻ വിചാരിക്കുന്നതിലും മനോഹരമായ രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോ ഞാൻ ഫസ്റ്റ് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു, പക്ഷെ എനിക്ക് തോന്നുന്നു മാന്യ പ്രേക്ഷകരിൽ അത് കേട്ടോ എന്നുള്ളത് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കണം. അങ്ങ് കുഞ്ഞുനാൾ മുതലേ ഒരു വിശ്വാസിയായിരുന്നോ, അതോ അല്ലെങ്കിൽ ഈ ഒരു ആത്മീയ പാതയിലൂടെ ആയിരുന്നോ അങ്ങയുടെ യാത്ര? ചുരുങ്ങിയ കാലം മുതൽ, അതായത് ഇപ്പം നമ്മുടെ യുവാവായി മാറുന്ന ആ ഒരു യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സമയത്തായിക്കോട്ടെ, ഇനി അതിനുശേഷം കുറച്ച് പക്വത വരുന്ന സമയമായിക്കോട്ടെ, ഈ സമയത്തൊക്കെ ആത്മീയ പാതയിലൂടെ ആയിരുന്നു അങ്ങയുടെ യാത്ര, അതോ പെട്ടെന്നുണ്ടായതാണോ? ഇനി എങ്ങനെയായിരുന്നു ആ ഒരു ഇതിലേക്ക് എത്തിയത് എന്നുള്ളത് കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാനത് കേട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്. ഓക്കെ. സോ ചെറുപ്പം മുതലുള്ള കാര്യം പറയാമെന്ന് വെച്ചാൽ, അച്ഛൻ ഞങ്ങൾക്ക് ടൂർ കൊണ്ടുപോകുക എന്ന് പറയുന്നത് പഴനിയിലോ ഗുരുവായൂരോ ആയിരിക്കും കൊണ്ടുപോവുക. അപ്പൊ നമ്മളിത് കണ്ട് കണ്ട് മടുത്തിട്ട് ഞാൻ ഇനി വരുന്നില്ല, എന്തായാലും യാത്രയ്ക്ക് പോകണത് പഴനിയോ ഗുരുവായൂരാണെങ്കിൽ ഞങ്ങൾ വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വാശി പിടിച്ചത് ഓർമ്മയുണ്ട്. അപ്പൊ ആ ശരി എന്ന് പറഞ്ഞ പുതിയ സ്ഥലത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയത് നേരെ മധുര മീനാക്ഷി ക്ഷേത്രത്തിലായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വീണ്ടും അപ്പോഴും പഴനി പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ അതിനുശേഷം നമ്മളൊരു 6-7 ക്ലാസ് എത്തുമ്പോഴേക്കും നമുക്ക് സ്വന്തമായിട്ട് കുറച്ച് ചിന്തിക്കാനുള്ള ഒരു ശേഷിയൊക്കെ വരുന്ന സമയത്ത് നമ്മൾ പഠിച്ചു വരുന്നത് തന്നെ ഐഡൽ വർഷിപ്പ്. ഓക്കെ, കല്ലിന്റെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും, കല്ലിന്റെ മുകളിൽ പൂ എറിഞ്ഞിട്ട് എന്ത് കിട്ടും, ആ ഒരു ചിന്താഗതിയിലാണ് പൊതുവെ വരുന്നത്. അപ്പോ ഭക്തി മാർഗത്തിൽ യാതൊരു യുക്തിയും ഇല്ല എന്നുള്ളൊരു ധാരണയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. നേരെ മറിച്ച് യോഗ ഞാൻ ചെയ്യായിരുന്നു. 2008 മുതൽ യോഗ ഇപ്പൊ ഏകദേശം 10-18 വർഷത്തിന്റെ അടുത്തായി. അത് സ്ഥിരമായിട്ട് ഞാൻ മുടങ്ങാതെ ചെയ്യായിരുന്നു. 2-3 വർഷം പോയി പഠിച്ചിട്ടുണ്ടായിരുന്നു. വളരെ ലളിതമായിട്ടുള്ള യോഗയായിരുന്നു ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അത് ചെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അമ്പലത്തിൽ പോയിട്ട് ഈ അർച്ചന ചെയ്തിട്ടും ഈ പൂജ ചെയ്തിട്ടും യാതൊരു കാര്യമില്ല, അല്ലെങ്കിൽ അവിടെ ദർശനം നടത്തിയിട്ട് ഒരു കാര്യമില്ല, നമ്മൾ എന്തിനാ പോകുന്നത്, ആ ഒരു ചിന്താധാരണയിലായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഞാൻ ഈ കാശി എത്തിയപ്പോഴാണ് ആ ഒരു ഭക്തി മാർഗത്തിലുള്ള യുക്തി എനിക്ക് അവിടെ നിന്ന് 2-3 ദിവസത്തിൽ ഗുരുജി എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോ അതിനുശേഷമാണ്, അപ്പോഴും എനിക്ക് വലിയൊരു വിശ്വാസമൊന്നും വന്നിട്ടില്ല. ഇപ്പോഴും ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു എന്നും പറയുന്നില്ല. പക്ഷെ എന്റെ അനുഭവങ്ങളിൽ ഒരുപാട് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നല്ല കാര്യങ്ങൾ എവിടെയുണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആ ദിശയിലോട്ടല്ലേ പോകുന്നത്. അതുകൊണ്ട് മാത്രം ഞാൻ ഈ ഒരു യാത്രയിൽ ഇങ്ങനെ പോകുന്നു. ഇപ്പോ അങ്ങ് ഇപ്പൊ സ്റ്റേ ചെയ്യുന്നത് എവിടെയാണ്? നമുക്കറിയാം സെക്ടറുകൾ ഒരുപാട് ഇവിടെ പ്രയാഗ്രാജിലുണ്ട് എന്നുള്ളത് അറിയാം. 26 സെക്ടറുകൾ ഉണ്ടല്ലോ. അപ്പൊ ഇപ്പൊ സ്റ്റേ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം എവിടെയാണ്? ഇപ്പൊ ഞാൻ സ്റ്റേ ചെയ്യുന്നത് സെക്ടർ 10-ലാണ്. ഇവിടെ ആത്മബോധ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞൊരു ഫൗണ്ടേഷൻ ഉണ്ട്. അവരുടെ ഒരു ആശ്രമമാണ്, മലയാളികളുടെയാണ്. നീലകണ്ഠ് എന്ന് പറഞ്ഞ സ്ഥലത്ത്, ഹരിദ്വാറിനടുത്ത് നീലകണ്ഠ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവരുടെ ആശ്രമം ഉള്ളത്. അപ്പോ ഇവിടെ 2 സ്വാമിമാരുണ്ട്. അപ്പൊ അവരാണ് ഇവിടുത്തെ അക്കോമഡേഷനും എല്ലാം എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത് തരുന്നത്. ഓക്കെ, ഞാൻ അത് ചോദിക്കാൻ കാരണം, ഇനിയും നമ്മുടെ ഒരുപാട് ആളുകൾ നമ്മുടെ ചാനലിലെ 1-2 വീഡിയോസ് കണ്ട് ആ ഒരു ഇൻസ്പിറേഷനിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പൊ അതിലുള്ള ആർക്കെങ്കിലും ഇപ്പൊ വിഷ്ണുജിയെ കാണണമെന്നുണ്ടെങ്കിൽ, സ്വാമിജിയെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ നമ്പർ ഇതിനടിയിൽ കൊടുക്കുന്നുണ്ട്. അവര് ആ ചാനൽ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ വിഷ്ണുജിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ തരാം. കാണാൻ താല്പര്യമുള്ളവർക്ക് പോയിട്ട് കാണാം. കാരണം മിക്കവാറും ആളുകളൊക്കെ 10-ൽ തന്നെ ആയിരിക്കും വരിക. 10-12-ലൊക്കെ തന്നെയാണല്ലോ നമ്മുടെ ടെന്റുകൾ ഉള്ളത്. അപ്പൊ കാണാൻ പറ്റുന്നവരൊക്കെ കാണട്ടെ എന്ന് ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്.
ഇനി എന്താണ് സ്വാമിജി നമ്മുടെ മാന്യ പ്രേക്ഷകരോട്, അതല്ലെങ്കിൽ വലിയൊരു വിശ്വാസി സമൂഹത്തോട്? നോക്കൂ, എനിക്ക് തോന്നുന്നു 55-60 കോടിക്കടുത്ത ആളുകൾ ഇപ്രാവശ്യം വന്നു എന്നുള്ളത് കേൾക്കുന്നു. അതായത് നമ്മുടെ രാജ്യത്തിന്റെ ജനസംഖ്യയുടെ 1/3 ആളുകൾ ഈ കുറഞ്ഞ കിലോമീറ്ററുകളിൽ വന്ന് വലിയൊരു സമ്മേളനം, ഇത്രയും വലിയൊരു ഹിന്ദു മഹാസമ്മേളനം നടക്കാൻ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ എങ്ങനെയാണ് ഇനി പ്രേക്ഷകരോട് കൂടുതൽ കൂട്ടിച്ചേർക്കാനുള്ളത്? ഈ നമ്മൾ നാട്ടിലുള്ള മീഡിയയിലൊക്കെ കണ്ട് നോക്കുന്ന സമയത്ത് പൊതുവെ ഇവിടെ കാണുന്ന ഏതെങ്കിലും ഒരു നെഗറ്റീവായിട്ട് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് ഊതിപ്പെരുപ്പിച്ച് വലുതാക്കിയിട്ടാണ് പൊതുവെ മാധ്യമങ്ങളിൽ കാണാറുള്ളത്. നേരെ മറിച്ച് ഇവിടെ ആയിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ വന്നു പോയിട്ടുണ്ട്. അപ്പൊ അവരുടെ അനുഭവത്തിലൊക്കെ പറയുന്നത്, അയ്യോ ഞങ്ങൾ ഇങ്ങനെയൊന്നും അല്ല കുംഭമേളയെ പ്രതീക്ഷിച്ചത്, ഇവിടെ വെള്ളം പോലും കിട്ടുമോ എന്നുള്ള സംശയമായിരുന്നു. പക്ഷെ ഇവിടെ ഫ്രീ ആയിട്ടാണ് വെള്ളം മുതൽ ഭക്ഷണത്തിനൊന്നും യാതൊരു കുറവില്ല. നമ്മൾ ഈ ആശ്രമങ്ങളിലൊക്കെ പോകുന്ന വെച്ചാൽ അവർ നമ്മളെ വിളിച്ച് ഭക്ഷണം തരും. ഇപ്പൊ എന്റെ ഒരു അനുഭവം വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ കാശ് കൊടുത്ത് വാങ്ങുന്ന ഭക്ഷണത്തെക്കാൾ ഒരു പടി മുന്നിലോട്ടാണ് ഇവിടെ ആശ്രമങ്ങളിൽ കൊടുക്കുന്ന ഭക്ഷണം. മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളുടെ ചില ഉത്സവങ്ങൾക്കിടയിൽ എല്ലാറ്റിനും പ്രൈസ് കൂടുതലായിട്ട് വെക്കും. ഒരു ചെറിയൊരു ജ്യൂസിന് പോലും 40-50 രൂപ, അതേപോലെ വെള്ളത്തിന് പോലും പലപ്പോഴും കൂട്ടാറുണ്ട്. പക്ഷെ ഇവിടെ MRP എന്താണോ അതിന്ന് 1 രൂപ പോലും കൂടാറില്ല. മാത്രമല്ല ഫ്രൂട്ട്സും അങ്ങനെ MRP ഇല്ലാത്ത വസ്തുക്കൾക്കും അങ്ങനെ വില കൂടിയതായിട്ടൊന്നുമില്ല. വളരെ നല്ല പോലെ മുന്നോട്ട് പോകുന്ന ഒരു പരിപാടിയാണ്. അതിൽ വളരെ അപൂർവമായിട്ട് എന്തെങ്കിലുമൊക്കെ കാണും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതോ പ്രയാസമുള്ളതായിട്ട്. അതാണ് നാട്ടിൽ പൊതുവെ മാധ്യമങ്ങളിൽ കാണുന്നത്. പക്ഷെ ഇവിടെ ഒരുപാട് സെലിബ്രിറ്റീസ് ഉൾപ്പെടെ സാധാരണക്കാര്, നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പാലക്കാട്ടിൽ നിന്ന് ഒരു ഓട്ടോ ഓടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. ഞാൻ അതിനൊരു ചെറുതായി കാണില്ല. ആൾക്ക് മലയാളം മാത്രമേ അറിയുള്ളൂ. ആൾ ഒറ്റയ്ക്ക് ഇവിടെ വന്ന് അയോധ്യ, ഇവിടെ കാശി, അതേപോലെ പ്രയാഗ്രാജിൽ വന്ന് സ്നാനം ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ മാത്രമല്ല അങ്ങയുടെ ചാനലിൽ 2 യുവതികൾ വന്നിട്ട് ഇവിടെ രണ്ടുപേരും കൂടെ ജനറൽ കമ്പാർട്ട്മെന്റിൽ വന്ന് പോയി എന്ന് ഞാൻ കേട്ടിട്ടുണ്ടെന്ന്. അവര് കാണാൻ പറ്റിയില്ല, ബട്ട് അറിഞ്ഞതിൽ വളരെ സന്തോഷം തോന്നുന്നു. സോ ഒരുപാട് പേര് വന്നിട്ട് പോകുന്നുണ്ട്, വിദേശത്തു നിന്നും നാട്ടിൽ നിന്നും അതേപോലെ പ്രവാസികളായി ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട്. വരാൻ ആഗ്രഹമുള്ളവർ ഒരിക്കലും മടിച്ചു നിൽക്കരുത്, ധൈര്യമായി മുന്നോട്ട് വരാം. ഇപ്പൊ നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് ഒക്കെ പൂർണ്ണമായിട്ട് ഏകദേശം കേരളത്തിൽ നിന്ന് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം കിട്ടിയത്. കാരണം പലരും കൗണ്ടർ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി, സ്ലീപ്പർ ക്ലാസ് എടുക്കാൻ വേണ്ടി ചെന്ന സമയത്തൊക്കെ ഒന്നുമില്ല എന്ന അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. കാരണം അവസാന സമയമായപ്പോഴേക്കും, ഇപ്പൊ മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്, അവസാനമാകുമ്പോൾ ഓടിപ്പാഞ്ഞ് ചെല്ലുന്നൊരു സ്വഭാവം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ഒക്കെ ക്ലോസ് ആയിട്ടുണ്ട്. ഇനി പറ്റുന്നത് സ്വന്തം വാഹനത്തിൽ സഞ്ചരിക്കുന്നു. ഇപ്പോ ടിക്കറ്റ് ക്ലോസ് ആയത് കൊണ്ട് തിരുവനന്തപുരത്തുള്ളൊരു സിന്ധു എന്ന് പറയുന്ന ഒരു സഹോദരി കഴിഞ്ഞ ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് കഴിഞ്ഞ ദിവസം രാവിലെ അവരുടെ കാറിൽ 2 ഡ്രൈവർമാരെ കാർ മാറി മാറി ഓടിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊണ്ട് യാത്ര തുടങ്ങിയിട്ടുണ്ട്. ഒരു സുഹൃത്തിനെയും കൂട്ടിയിട്ടുണ്ട് എന്നുള്ളത് പറഞ്ഞു. ഇന്നിപ്പോ ആന്ധ്ര പിന്നിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി പറ്റുന്നത് ആ ഒരു വഴി മാത്രമേ ഉള്ളൂ. മാത്രമല്ല ഇനിയിപ്പോ ഫ്ലൈറ്റിൽ പോകാൻ പറ്റുന്നവർക്ക് അത്തരത്തിൽ, കാരണം ബാധ്യത കൂടുതലാണ്, സാമ്പത്തിക ബാധ്യത കൂടുതലാണ് ഫ്ലൈറ്റിൽ പോകുന്നത്. എന്നിരുന്നാലും ഇനിയും ഈ 2 വഴികൾ ഇനിയും ശേഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മഹാദേവനെ പ്രാർത്ഥിക്കുക. ഇതുപോലെ വിഷ്ണുജി ആയാലും കഴിഞ്ഞ ദിവസം ആ പെൺകുട്ടികളായാലും, ഇപ്പൊ മറ്റൊരു സന്തോഷ വാർത്ത, മലപ്പുറത്തുള്ള ഒരു കമറുന്നീസ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട്, ഒരു മുസ്ലിം പെൺകുട്ടിയാണ്. ആ കുട്ടി കഴിഞ്ഞ ദിവസം സ്നാനമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി എന്നുള്ള ഒരു വാർത്ത. ഇത്തരത്തിൽ ഒരുപാട് ജാതി മത അടിസ്ഥാനം പോലും നോക്കാതെ ഇന്ന് ഇത്ര കണ്ട് ഈ പറയുന്ന പരിപാവനമായിട്ടുള്ള മഹാകുംഭമേളയിൽ പങ്കെടുക്കാൻ വേണ്ടി ആളുകൾ പോകുന്നുണ്ടെങ്കിൽ ഇവിടെ നെഗറ്റീവ് വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങൾക്ക് അതിലൊരു പങ്കുണ്ട്. അതിന് അവരോട് നന്ദി നമ്മൾ രേഖപ്പെടുത്തേണ്ടതുണ്ട്, ഇത് പറയേണ്ടതുണ്ട്. കാരണം ഇവിടെ നെഗറ്റീവുകൾ മാത്രമേ പ്രചരിപ്പിക്കുകയുള്ളൂ എന്നറിയുന്ന ആളുകൾക്ക്, ബുദ്ധിയിൽ ചിന്താശേഷിയുള്ള ആളുകൾക്ക് അറിയാൻ പറ്റും ഇവരെന്താണോ പ്രചരിപ്പിക്കുന്നത് അതിന്റെ നേരെ ഓപ്പോസിറ്റ് കാര്യമാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളതും. മാത്രമല്ല ഇത്രയും സെലിബ്രിറ്റികളായിട്ടുള്ള ആളുകൾ, എത്രയോ ഉയർന്ന തലങ്ങളിലായിക്കോട്ടെ ഏറ്റവും താഴെ തലങ്ങളിലുള്ള ആളുകളായിക്കോട്ടെ, ഒരേ മനസ്സോടുകൂടി 60 കോടിക്കടുത്തുള്ള ആളുകൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഈ ചുറ്റുപാടിൽ അവിടെ കുംഭമേള മഹാസ്നാനം നടത്തുക എന്ന് പറയുമ്പോൾ അതിൽ പരമൊരു ആനന്ദം മറ്റൊന്നില്ല എന്നുള്ളതാണ്. അത് ഞങ്ങൾക്ക് അനുഭവിച്ചവർക്ക് അത് വാക്കുകളിലൂടെ പറഞ്ഞ് ഫലിപ്പിക്കാനാവുന്നില്ല എന്നൊരു വിഷമാണ് ഞങ്ങൾക്കൊക്കെ ഉള്ളത്, അല്ലേ വിശ്വജി? അതുകൊണ്ട് തന്നെ അത് പറയുമ്പോൾ തന്നെ നമ്മുടെ സത്യം പറയാൻ നമ്മുടെ ആ ഒരു രോമകൂപങ്ങളൊക്കെ എഴുന്നേൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിന്റെ ആ ഒരു ഫീല് വരുന്നത് കൊണ്ട് അതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇത്രയും കിലോമീറ്റർ ട്രെയിൻ ഡിസ്റ്റൻസ് തന്നെ
ഏകദേശം 2700 കിലോമീറ്റർ ഉണ്ട്. അപ്പോ റോഡ് മാർഗം പോകുമ്പോൾ അതിലും ഒരുപാട് കൂടുതൽ വരും. ഇത്രയും ദൂരം ഇത്ര ദൃഢാനുഷ്ഠാനത്തോടു കൂടി തന്നെ, ആ ഒരു ദൃഢ നിശ്ചയത്തോടു കൂടി തന്നെ, പ്രത്യേകിച്ച് ഒരു നിരീശ്വരവാദി എന്ന് പറയുന്ന മാനസികാവസ്ഥയിൽ നിന്നും ഈ ദൂരം നടന്നുകൊണ്ട് പ്രയാഗ്രാജിൽ എത്തിയിരിക്കുന്നു. ഇനി ഗുരുവിന്റെ അടുത്തോട്ട് കാശിയിലേക്ക് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കാശിയിൽ എത്തുമെന്നുള്ള ആ ഒരു അനുഭവം. 35 മിനിറ്റേ ആയിട്ടുള്ളൂ. ഇതിലൊന്നും ഒതുങ്ങുന്നതല്ല, ഒരുപാട് പറയാനുണ്ട്. പക്ഷെ നമ്മൾക്കിത് ഒതുക്കേണ്ടതുള്ളത് കൊണ്ട് നിർത്തുകയാണ്. മാന്യപ്രേക്ഷകരുടെ ക്ഷമ പരീക്ഷിക്കുന്നില്ല. ഏതായാലും വിഷ്ണുജി ഒരുപാട് നന്ദിയുണ്ട് മാന്യപ്രേക്ഷകരിലേക്ക് ഈ വിഷയങ്ങളെല്ലാം എത്തിച്ചതിൽ. എന്തായാലും അങ്ങയുടെ യാത്ര ഒരുപാട് ആനന്ദകരമാവട്ടെ. ഗുരുവിന്റെ അടുത്തുള്ള സാന്നിധ്യം, ഗുരുവിന്റെ അടുത്ത് എത്തിയതിനു ശേഷമുള്ള നിമിഷങ്ങൾ, ബാക്കി വരുന്ന ദിവസങ്ങൾ എല്ലാം അങ്ങയുടെ ആഗ്രഹത്തിനനുസരിച്ച് എല്ലാമായി മാറട്ടെ എന്ന പ്രാർത്ഥനയോടെ നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. ഹർ ഹർ മഹാദേവ്.